അതൊന്നും രഹസ്യമില്ലല്ലോ, എല്ലാം പരസ്യമായിട്ടാണ്. മേലെ താഴെ മുതൽ മേലൊന്നുമല്ല, മേലെ മുതൽ താഴെ വരെയാണ്. ഞങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നുമല്ല, മേലെ മുതൽ താഴെ വരെയുള്ള കറക്ഷൻ വേണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ഉൾപ്പെടെയുണ്ട്. നിരവധിയായ കാര്യങ്ങളുടെ ഒരു കാര്യം അതുകൂടിയാണ്. അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. അത് ഞങ്ങൾ പരിശോധിച്ചു, കേരളത്തിലെ പാർട്ടി പരിശോധിച്ചത്. അത് അല്ലാണ്ട് സെൻട്രൽ കമ്മിറ്റി കണ്ടുപിടിച്ച പുതിയ ഒരു രഹസ്യമൊന്നുമില്ല. ഞങ്ങളുടെ ആർക്കും ആരാണോ അവർ, ഇനി ഓരോരുത്തരെയും 6 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിൽ. എന്നിട്ട് ഇനി ഓരോരുത്തരെ പറ്റി പറയാൻ പുറപ്പെട്ട എത്ര ദിവസം വേണ്ടി പറയാൻ? 6.5 ലക്ഷം വരുന്ന പാർട്ടി മെമ്പർഷിപ്പും അതിൻ്റെ നേതൃത്വമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും എല്ലാം കൂടി ചേർന്നല്ലേ ഈ പാർട്ടിയും പ്രസ്ഥാനവും. ആ പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് വന്ന ദൗർബല്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് അത് പരിഹരിക്കണം. എല്ലാവരും പരിഹരിക്കണം, ഓരോ പാർട്ടി മെമ്പറും പരിഹരിക്കണം. അതാണ് കാര്യം. ആയിക്കോട്ടെ, ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. എന്താ ശൈലി മാറ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചാണ്. അതെ, അങ്ങനെ അകറ്റാനിടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കണം, മാറ്റണം. അല്ല, ശൈലി തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വരുന്നത്. ഇത് ഉടനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയെ സംബന്ധിച്ചല്ലേ? അതില്ല. അത് ഞാനിപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയുക. അത് ആ പാർട്ടിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നുള്ളതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി പറഞ്ഞ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ട. അതുമല്ല, പാർട്ടിക്കാകെ ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇന്നയാൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി പറഞ്ഞത്. ആ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞാണ്. മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും PB മെമ്പർമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളുണ്ട്, അതെല്ലാം തിരുത്തും. അതിലൊന്നും സംശയം വേണ്ട. അതൊക്കെ പദപ്രയോഗം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെന്ത് തിരുത്തൽ? രക്ഷാപ്രവർത്തനം പിണറായി തന്നെ പറഞ്ഞല്ലോ, വണ്ടീൻ്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുമ്പോൾ വണ്ടീൻ്റെ മുമ്പിലേക്ക് ചാടുന്നവരെ മാറ്റുക എന്നുള്ളതാണല്ലോ രക്ഷാപ്രവർത്തനം. ആ പ്രവർത്തനം ഞാൻ കണ്ടതെന്നാണ് പറഞ്ഞത്. അസംബ്ലി പറഞ്ഞത് തന്നെ, ഇപ്പോൾ അവസാനം പറഞ്ഞത് തന്നെയാണ്. തന്നെയാണ്. അതിന് വിട്ടുകളാണ് മൈക്ക്. ഇവിടെ നേരെ മുഖത്ത് നോക്കിയിട്ട് നിൻ്റെ മറ്റേ വിളിച്ച് അത് നിങ്ങൾക്ക് അസോസിയേഷൻ ഒന്നുമില്ല കേട്ടോ. നേരെ മുഖത്ത് നോക്കിയിട്ടില്ലേ മറ്റേ പറഞ്ഞ് കൂടോത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിനോടൊന്നും പ്രശ്നമില്ല. പൊതുസമൂഹം തന്നെയാണ് നിങ്ങളെല്ലാം കണ്ടെല്ലാം കൂടിയാണ് കാണിച്ചത്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേ അതെല്ലാം കാണിച്ചിരുന്നത്, അല്ലാണ്ട് വേറെ കാണിച്ചതാ? എവിടെയൊക്കെയാണോ അവിടെയൊക്കെ, എവിടെയൊക്കെയാണോ അവിടെയൊക്കെ. അത് അടുത്ത സംസ്ഥാന കമ്മിറ്റിയോടുകൂടി അത് തയ്യാറാവും. അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ വരും. അടുത്ത സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാൽ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറയും. ഏത് രേഖ? അല്ല, ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി രേഖ പരസ്യപ്പെടുത്തിയല്ലോ. അല്ല, ഞങ്ങളിപ്പോൾ അതെല്ലാം പൂർണ്ണമായ രീതിയിൽ താഴത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പാർട്ടി മെമ്പർഷിപ്പിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യാൻ പോകല്ലേ. ഈ പൂർണ്ണയില്ല. ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞു, ഇനി അടുത്ത ഘട്ടം അങ്ങനെ ഘട്ടങ്ങളായിട്ടാണ്. ഞാനും വിശ്വസിക്കുന്നില്ല. അറിയില്ല, എനിക്കറിയില്ല. അതിൽ സുധാകരനോട് ചോദിച്ചാൽ മതി. വേറെ എന്നോട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ചെയ്തത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നുണ്ട്. അതല്ലാതിരിക്കാൻ മാർക്സിസ്റ്റുകാർ ചെയ്യാനിടയില്ല എന്ന് സുധാകരനും പറയുന്നുണ്ട്. അപ്പോൾ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത കൂടോത്രത്തെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാ? ശുദ്ധ അന്ധവിശ്വാസമാണ്. സുധാകരൻ പറഞ്ഞത് കൈയുണ്ട്, കൈ വിളിപ്പോൾ എനിക്ക് കൈക്ക് സുള്ളുണ്ടായി, അതിന് തലയുണ്ടായി, തലവരുമ്പോഴൊക്കെ തലക്ക് മരവിപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യാനാണെന്ന്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശുദ്ധ അസംബന്ധമാണ് ഈ കൂടോത്രം എന്നെല്ലാം പറഞ്ഞു നടക്കുന്നത്.
കേട്ടോ. അത് കന്നിമൂല കൊണ്ടുവച്ച് വെച്ചാൽ പിന്നെ അതോടുകൂടി തീർന്നു പോകുന്നൊക്കെയാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തന്നെ മഹാത്ഭുതമാണെന്നാണ് ചില ആൾ വിശ്വസിക്കുന്നത്. എന്ത് ചെയ്യാനും അവരുടെ വിശ്വാസം. ഞാൻ ഈ കൂടോത്രത്തെയും അതുപോലുള്ള അന്ധവിശ്വാസ ജടിലമായ നിലപാടുകളെയും അതിശക്തിയായിട്ട് എതിർക്കുന്ന ഒരാളാണ്. നമുക്ക് ഒരു കൂടാത്രവും വരില്ല. CPIM ഒരു കൂടാത്രവും ബാധകമല്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏത് പത്ര? ഇംഗ്ലീഷ് ചാനല? ഞാൻ വിചാരിച്ചു മനോരമ. ഞാൻ വിചാരിച്ചു മനോരമ. കാരണം ഇവരാണല്ലോ ഓരോ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ആളുകളെയൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. മനസ്സിലായില്ലേ? ഈ ഓരോ പദം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാമുള്ള പ്രയോഗങ്ങളൊക്കെ ബോധപൂർവം വരുന്നതാണ്, അല്ലാണ്ട് യാദൃശ്ചികമായിട്ട് വരുന്നതല്ല.